ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അയ്യോ, ഇത്ര പെട്ടെന്ന് വിട്ടോ? പിന്നെ നീ എന്താ കരുതിയേ? എന്റെ മകനെ ജീവപര്യന്തം ശിക്ഷിക്കുന്നു. അല്ല നവീനെ, എന്താ സംഭവം? ആ പെൺകൊച്ചിന് എന്താ സംഭവിച്ചത്? ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ അത് തട്ടിക്കളഞ്ഞോ? അയാളെ ഞങ്ങൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അടിസ്ഥാനമില്ലാത്ത കാര്യത്തിന് ഒരാളെ എത്ര നേരമാണ് പോലീസ് കസ്റ്റഡി വെക്കാൻ പറ്റുക? പരാതി അന്ന് ആരാണെന്ന് അയാളുടെ കുടുംബം ചോദിച്ചു, അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് മറുപടിയില്ല. അതെന്തുകൊണ്ടാണ് സർ? അത് ഗാഥാ ശ്രീനിവാസന്റെ കൂട്ടുകാരിയാ പരാതി തന്നത്. ഓക്കെ, നവീൻ ഗോപാൽ വർമ്മയാണ് ഗാഥയുടെ മിസ്സിങ്ങിന് പിന്നിലെന്ന് ആ കുട്ടി പറയാൻ കാരണം എന്താ? എന്താണ് അതിനുള്ള തെളിവുകൾ? സർ, പ്രാഥമികമായി ഒരു തെളിവുമില്ലാതെ നവീൻ ഗോപാൽ വർമ്മയെ പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ എന്തിനു കസ്റ്റഡിയിലെടുത്തു? കസ്റ്റഡിയിലെടുത്തത് തന്നെ തെറ്റ്. ഇനി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ കാര്യങ്ങൾ മാറി മറിയും. എന്റെ മകന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും അഭിമാനമാണ് സാറ് ചോദ്യം ചെയ്തിരിക്കുന്നത്. സാർ അവനെ വിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ മാർഗങ്ങൾ നോക്കേണ്ടി വരും. സർ, നവീന് ജാമ്യം തരുന്നുണ്ടോ? ഓക്കെ, തൽക്കാലം അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോവാം. താങ്ക് യു സാർ. പക്ഷേ നിങ്ങൾ ഇപ്പൊ ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. നമുക്ക് പോവാമനെ. സി ആയിട്ട് സംസാരിച്ചു. ആരോപണം അടിസ്ഥാനമില്ലാത്തതാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ട് കാണും. ആരോപണം അടിസ്ഥാനമുള്ളതാ, പറഞ്ഞ ആളും പ്രധാനപ്പെട്ടതാ. ഹലോ, എന്തായി സർ? ഐ ആം റിയലി സോറി മാഡം. എനിക്ക് അയാളെ ജാമ്യത്തിൽ വിടേണ്ടി വന്നു. എന്ത്? അയാളുടെ അഡ്വക്കേറ്റ് വന്നു. ഒരു തെളിവില്ലാതെ ഒരാളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ. പരാതി തന്ന് മേഡമല്ല, ഗാഥാ ശ്രീനിവാസന്റെ കൂട്ടുകാരിയാണെന്നാ ഞാൻ അവരോട് പറഞ്ഞത്. മേഡം പേടിക്കണ്ട, മേഡത്തിന്റെ മകളെ ഞാൻ ഉടനെ കണ്ടെത്തും. എനിക്കിനി അതിന് നിങ്ങളുടെ സഹായത്തിന്റെ ആവശ്യമില്ല. മേഡം, ഈ കേസ് അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥരെ ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചോളാം. നിങ്ങള് സല്യൂട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ. എന്റെ മകളുടെ മിസ്സിങ്ങിന് പിന്നില് നവീൻ ഗോപാൽ വർമ്മ തന്നെയാണ്. അവനെ ഞാൻ പൂട്ടിയിരിക്കും. നീ സുന്ദരിയല്ലേ? അത് പിന്നെ കണ്ടാൽ അറിഞ്ഞൂടെ മാഡം, ഞാൻ നല്ല സുന്ദരിയല്ലേ? നിന്റെ പേര് സുന്ദരിയല്ലേ എന്നാ ചോദിച്ചത്. അതെ. കൃഷ്ണ എവിടെ? നിക്കടെ അവിടെ. എടി നിക്കാൻ. എടി നിങ്ങളെ പറഞ്ഞു നിക്കാൻ. നിക്കടെ അവിടെ. എടി നിക്കാൻ. സാറേ, ഇവളാണ് സുന്ദരി. നീ വലിയ ഗുണ്ടാ സംഘങ്ങളുടെ ആളല്ലേ? അയ്യോ അല്ല സാറേ. കൃഷ്ണ എവിടെ? അവളെ നീ എങ്ങോട്ടാ കൊണ്ടുപോയത്? കൃഷ്ണയോ?
അതാരാ സാറേ? പറയാനുള്ളതൊക്കെ നിന്നെ കൊണ്ട് കൃത്യമായിട്ട് ഞാൻ പറയിപ്പിക്കും. ഇവിടെ വണ്ടിയിലേക്ക് കയറിക്കോ. സാറ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. പിന്നെ എന്തിനാ എന്നെ പിടിച്ചോണ്ട് പോണത്? മിണ്ടി പോരുത്. മിണ്ടിയ നിന്നെ അവിടെ ചവിട്ടി കൂട്ടും ഞാൻ. കേറടി. വിളിച്ചോണ്ട് പോ. എന്നെ വിടും. കേറങ്ങോട്ട്. ചോദ്യങ്ങൾ ഒരുപാടുണ്ടാവും. നീ ആരോടൊന്നും പറയാൻ നിൽക്കണ്ട. നീ വന്നേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അയ്യോ, ഇത്ര പെട്ടെന്ന് വിട്ടോ? പിന്നെ നീ എന്താ കരുതിയേ? ആ, എന്റെ മകനെ ജീവപര്യന്തം ശിക്ഷിക്കുന്നു. അല്ല നവീനെ, എന്താ സംഭവം? ആ പെങ്കൊച്ചിന് എന്താ സംഭവിച്ചത്? ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയോ അതോ തട്ടിക്കളഞ്ഞോ? മോനെ, അവര് നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. അവരെന്താണ് നിന്നോട് ചോദിച്ചേ? ആരാ അവരോട് നിന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തത്? സുമിത്രേ, ഇപ്പൊ അവനോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. അല്ല നവീനെ, കല്യാണ നിശ്ചയം കഴിഞ്ഞതൊക്കെ നേരാ. പക്ഷേ പെണ്ണിന് വേറെ എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ? അവനോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ടെന്ന് ഞാൻ സുമിത്രയോട് മാത്രമായിട്ടല്ല പറഞ്ഞേ. ഒരെണ്ണത്തിന് എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. കേറിപ്പോത്ത് പോകാൻ. സുമിത്രേ, അവനൊന്ന് വിശ്രമിക്കട്ടെ. നീ വന്നേ. കാണാവുന്ന വാക്ക് പറഞ്ഞിട്ട് ഗാഥ എന്താ വരാത്തത്? അവൾക്ക് എന്തു പറ്റി? എന്താ ആപത്തിലാണ് അവൾ ചെന്ന് പെട്ടതെങ്കിലും അത് കണ്ടെത്തിയേ മതിയോ?